ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേയിൽ എൻ്റെ ഒരു ചെറിയ മിനി ബ്ലോഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെറ്റി ഉണ്ടോ, എൻ്റെ നെറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒന്ന് ഞാൻ ബാത്ത് ടബിൽ വീണതാണ്. നെറ്റി ഒന്ന് മുഴച്ചു. അപ്പോൾ ക്ലിനിക്കിൽ പോയി മെഡിസിൻ വാങ്ങിക്കണം. എൻ്റെ പട്ടിക്കുട്ടീനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ സൺഡേ കുറച്ച് തിരക്കാണ്. കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. രാവിലെ തന്നെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ സിറം ഇടും, ലിപ്സ്റ്റിക്ക് ഇടും, ഐ ക്രീം പുരട്ടും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര പക്കയായിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട, കുറേ പൈസ ഉണ്ടാക്കണം, വീട്ടിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയാണ് ചിന്തിക്കാറ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീട് വലുതാക്കി പണിതിട്ടോ, അങ്ങനെ വലിയ വീട് പണിതിട്ട് നമുക്ക് അതിൽ നിന്ന് ഇൻകമൊന്നും കിട്ടാനില്ലല്ലോ. നമ്മൾ വെറുതെ അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതൊന്നല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മളുടെ കാര്യങ്ങൾ ആദ്യം ചെയ്യുക. നമ്മളെ തന്നെയല്ല ആദ്യം സ്നേഹിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ശ്രദ്ധയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ലുക്ക്? നന്നായിട്ടില്ലേ? ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. എൻ്റെ മക്കളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ പട്ടിക്കുട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഷുഗർ. അവനിപ്പോൾ ഒരു ലുക്കില്ല. കുളിപ്പിച്ചാലും ഒക്കെ ഒരു മുടി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അവന് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. അവനെ അവിടെ ആക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അവനെ എടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ മാസം തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എൻ്റെ മക്കൾക്ക് കൊടുത്തയക്കണം. എനിക്ക് 2 മക്കളാണ്, ലക്ഷ്മിയും ആദിയും. അപ്പോൾ ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ മൂത്ത മോളാണ് കേട്ടോ ലക്ഷ്മി. മോളെന്ന് പറഞ്ഞാൽ +2 പഠിക്കണേ. അവൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മോനും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷുഗറിൻ്റെ ഗ്രൂമിങ്സ് പ്ലേസ്. അപ്പോൾ അവിടെ അവനാക്കി കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. പക്ഷെ ഇവിടെ കുറച്ചും കൂടി എല്ലാ ചെറിയ സ്ട്രീറ്റുകളിലും ഇങ്ങനത്തെ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. കുറച്ച് ദൂരം ഇവിടെ ചെറിയ കടകളല്ലേ ഉണ്ടാവുള്ളൂ. അവിടെ കടകളുണ്ടാവും, അതിനെ മക്കോലേത് എന്നാണ് പറയുക. ഇതിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങൾ, ലിവറും പാലും കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചു. അതിനുശേഷം വീണ്ടും ഷുഗറിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. എൻ്റെ എംപ്ലോയറിൻ്റെ വൈഫ് പറഞ്ഞ് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് അവനെടുത്ത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ വേറൊരു പട്ടിക്കുട്ടീനും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പട്ടിക്കുട്ടീൻ്റെ ഒരു വീഡിയോ അങ്ങനെ എടുത്തു. എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഞാൻ ഇനി വീഡിയോ എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഷുഗറിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ഫാമിൽ പോയി. സൂപ്പർ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം കിട്ടും. ഒരു ചെറിയ ലുലു മാളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ട, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ട്. പക്ഷേ പെൺകുട്ടികളൊരു പ്രത്യേകതയാണല്ലോ. പെൺകുട്ടിയല്ല, അമ്മച്ചിയായി എന്നാലും പറയുവാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങളും മേടിക്കും, എൻ്റെ മക്കൾക്കുള്ള സാധനങ്ങളും മേടിക്കും, കാണുന്ന എല്ലാം മേടിക്കും. എന്തെങ്കിലുമൊക്കെ മേടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് 1-2 സാധനമൊക്കെ മേടിച്ച്, മെഡിസിനും മേടിച്ച്, നെറ്റിയിലിടാനായിട്ട് ഒരു ഓയിൽമെൻറ്റ് തന്നു, അതും മേടിച്ച് എല്ലാം അവിടെ ഒന്ന് കറങ്ങി എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത പോയിൻ്റ് സൂപ്പർ ഫാമിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. കണ്ടോ, അവിടെ മെഡിസിൻസ് എല്ലാം കിട്ടും കേട്ടോ. നമ്മൾക്ക് എല്ലാവിധ മെഡിസിൻസും അവിടെ നിന്ന് കിട്ടും. പെർഫ്യൂംസും എല്ലാം അവിടെ ഉണ്ട്. ഡൈപ്പർ എല്ലാം ഉണ്ട്. അതിന് ശേഷം ഇസ്രായേൽ പോസ്റ്റ് ഓഫീസാണത്. ഇതിൽ നിന്ന് ഇസ്രായേലിൽ അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാനെടുത്തത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പം മോണോക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് എല്ലാവർക്കും എടുത്ത്. അതാണ് ഈസി കുറച്ച്. ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. അപ്പം ഞാനിതിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ വന്ന കുട്ടികൾക്കൊന്നും അങ്ങനെയെല്ലാം തോന്നുന്നു. കണ്ടോ, ഷുഗറിനെ കണ്ടപ്പോൾ ഷുഗർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ. ആൾ വിളിക്കുമ്പോഴേക്കും എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. ഭയങ്കര സ്നേഹം. ഷുഗർ എന്ന് പറഞ്ഞ് ഞാനിപ്പോഴും വിളിക്കും. ഷുഗർ മാമി. ഇവിടെ സ്നേഹത്തോടു കൂടി മാമി എന്നാണ് കേട്ടോ വിളിക്കുക എല്ലാവരും. ഭർത്താവ് ഭാര്യേനെയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും മാമേനെ വിളിക്കുന്ന, ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് വിളിക്കുന്ന കണ്ടോ. പിന്നെ ഷുഗറായിട്ട് കുറച്ച് നേരം പുറത്ത് പോയി. ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ അവനെയും കൊണ്ട് പുറത്ത് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര
ഒരു വൈബാണ് അവൻ്റെ കൂടെ പോകുന്നത്. നല്ല രസമാണ്, സമയം പോകുന്ന അറിയില്ല കളിക്കാൻ. കൂടുതൽ സ്നേഹമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ മുഖത്ത് നിൽക്കാൻ വരും. എനിക്കത് അത്ര ഇഷ്ടമല്ല, അത് അത്ര എനിക്ക് പിടിക്കില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കയ്യിൽ കാലിലൊക്കെ നമ്മൾ നക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല, കഴുകാലോ. മുഖത്താക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഞാനത് അനുവദിച്ചു കൊടുക്കാറില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് പോയി. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച് നടക്കാനുണ്ട്, നടന്ന് വീട്ടിൽ പോയി. തല നല്ല വേദനയുണ്ട്, എന്താ പറയുക, നമുക്കൊരു മരവിപ്പല്ലേ. പക്ഷെ ആ മെഡിസിൻ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറവെന്ന് പറയാറായിട്ടില്ല. നെറ്റി ഇങ്ങനെ താന്നു തുടങ്ങി, ഇങ്ങനെ മുഴച്ചിരിക്കുന്നു, താന്നു തുടങ്ങി. പിന്നെ ഞാൻ ഷുഗറിനിങ്ങനെ ഷുഗർ നേരെ അവനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ട് അവൻ്റെ ലുക്ക് ഇങ്ങനെ ഇട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവനെ വിളിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ഞാൻ വിളിക്കുന്നിടത്ത് വരും. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരികയാണ്. അപ്പോൾ വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും കളി തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി സോഫയിൽ വന്നിരുന്ന് ഞാൻ അവനെ വിളിക്കുവാണ്. അവനിങ്ങനെ വന്ന് ഇറങ്ങി ഓടും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കാല് തട്ടി ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയിൽ വന്നിരിക്കും. കണ്ടോ, ഇഷ്വി പോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക, ഇഷ്വി എന്ന് പറഞ്ഞാൽ ഇരിക്കാന്ന, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇരുന്ന് നമ്മളെ അടുത്തോട്ട് ഇങ്ങനെ വരും. കണ്ട, എനിക്കിഷ്ടമാണ് ഇങ്ങനെ അടുത്തോട്ട് വന്ന് കൊഞ്ചിക്കുന്നു ഇതാക്കുന്നു. പട്ടിക്കുട്ടികൾ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ അവനെ കൊഞ്ചിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ ഇന്ന് ഇത്രയുള്ളൂ ഗൈസ്.